ജോഷി സാറേ, ഈ വെറൈറ്റി N18 എന്ന വെറൈറ്റി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ N18 എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ടിന്റെ ഒരു സ്വന്തം ബ്രാൻഡാണ്. അവര് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ബ്രാൻഡാണ് N18 എന്നുള്ളത്. അതിപ്പോൾ എല്ലാ നഴ്സറിക്കാരും ആ പേര് കൊടുക്കുന്നുണ്ട്, കൊടുക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ അവർ കൊടുക്കുന്നു. ഇതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ച് 18 എണ്ണം 1 കിലോ, 18 ക 1 കിലോ പോരും. അതാണ് N18 എന്നുള്ള പേരിടാൻ കാരണം. പക്ഷെ നമുക്കിവിടെ 22 ക 23 ക 1 കിലോ വരുന്നുണ്ട്. കാരണം അതിന്റെ സൈസ് വ്യത്യാസം കൊണ്ട്, തോട്ടത്തിന്റെ വ്യത്യാസം കൊണ്ടെല്ലാം വരാം. നമ്മുടെ മണ്ണിന്റെ ഘടന, നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസിന്റെ ആസ്പെക്ട്സ് എല്ലാം ഇതുകൊണ്ടെല്ലാം ഈ കായയുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം 1 കിലോയ്ക്ക് വേണ്ടത്. ഇതിന്റെ ഗുണം മധുരം നല്ലപോലെ പഴുത്തു കഴിഞ്ഞാൽ തേൻ മധുരമാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ ഇവിടെ റോങ്റിയാൻ ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, സീസർ ഉണ്ട്, അങ്ങനെ പല ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത് N18. നമ്മുടെ ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത് N18 ആണ്. ഏറ്റവും മധുരമുള്ളതും ഏറ്റവും നിറമുള്ളതും ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ളതും N18 ആണ്. അതുകൊണ്ടാണ് N18 സെലക്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ അന്ന് ഇത്രയും വലിയ ഗ്രാഹ്യമൊന്നുമില്ല, എന്നാലും അന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് ഏറ്റവും നല്ലൊരു ബ്രാൻഡ് എന്ന നിലയിലാണ് N18 തന്നെ. കീപ്പിംഗ് ക്വാളിറ്റി ഉണ്ടെന്നല്ലേ, പെട്ടെന്ന് കേടാവാതെ. കീപ്പിംഗ് ഷെൽഫ് ലൈഫ് ഇല്ല, ഷെൽഫ് ലൈഫ് ഇല്ല. മരത്തേൽ നമുക്ക് 1 മാസം നിർത്താം, പഴുത്തു കഴിഞ്ഞാൽ 1 മാസത്തോളം മരത്തിൽ അങ്ങനെ നിന്നോളും. നെറ്റിടണം, അതായത് കീടങ്ങളും പക്ഷികളും വാവൽ ഇതെല്ലാം കൊണ്ടുപോകും. എല്ലാം നെറ്റിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ മരത്തിൽ നിന്നുള്ളൂ, 1 മാസത്തോളം മരത്തിൽ നിന്നുള്ളൂ, പൊഴിയല. ജോർജ് സാറിനകത്തെ N18 വേറെ പ്രത്യേകം വെച്ചാൽ ആസിഡ് ഷുഗർ റേഷ്യോ പെർഫെക്റ്റാണ്. അപ്പം ജോർജ് സാർ ഇപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ, ഇതിപ്പോൾ മഞ്ഞായപ്പോഴേ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി, അതായത് ഒന്ന് കഴിച്ചാൽ വീണ്ടും കഴിക്കാനായിട്ട് ടെൻഡൻസി ഉണ്ടാവും. ഇപ്പം നമ്മൾ കടല പോയിട്ട് കഴിക്കുക, നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഇത് എടുത്ത് പറിക്കുക, കഴിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നന്നായിട്ട് കൺസ്യൂം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ വെറൈറ്റി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ സയന്റിഫിക് ആയിട്ട് പൊതുവെ ഒരു കാര്യമുണ്ട്, TSS സോല്യൂബിൾ ഷുഗർ. അത് മറ്റ് വെറൈറ്റികളെ അപേക്ഷിച്ച് ഈ N18 കൂടുതലാണ്. TSS ഒത്തിരി ഹൈ ആണ്. അതെ. ഇനി നമ്മൾ ശരിക്കും റിസർച്ച് നടക്കേണ്ടത് ഈ ഫ്രൂട്ടിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി എങ്ങനെ കൂട്ടാം, അതാണ് ഏറ്റവും വലിയ കാരണം. കൊമേഴ്ഷ്യൽ ആംഗിളിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇനി അങ്ങനെ ഒരു വർക്കാണ് നടക്കേണ്ടത്. അങ്ങനെ പുതിയൊരു വർക്ക് നടക്കുന്നുണ്ട്, ബ്ലാസ്റ്റ് ഫ്രീസിങ്. എന്തോ ബ്ലാസ്റ്റ് ഫ്രീസിങ്? ഓക്കെ. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം ഫ്രോസൺ, നമ്മളൊരു എന്തൊരു പ്രോഡക്റ്റ് നമുക്കൊരു ഫ്രീസറിൽ വെച്ച് ഫ്രോസൺ ആകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 36 മിനിറ്റ് 40 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഈ ബ്ലാസ്റ്റ് ഫ്രീസിങ്ങിൽ 6 മിനിറ്റ് കൊണ്ട് ഫ്രോസൺ ആകും. അതായത് അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിത് അങ്ങോട്ട് എങ്ങനെ ഏത് ക്വാളിറ്റി വെക്കുന്നു, അത് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ വൺസ് ഇറ്റ് ഈസ് ഫ്രോസൺ, പിന്നെ 10 വർഷം കഴിഞ്ഞാലും തിരിച്ചെടുക്കുമ്പം ആ ക്വാളിറ്റി കിട്ടുമെന്നാണ് ബ്ലാസ്റ്റ് ഫ്രീസിങ്ങിന്റെ മറ്റും പറയുന്നത്. അതിനെക്കുറിച്ച് അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് CTCRI മൈസൂറിലെ അവരുടെ ഒരു ഫൈൻഡിങ്സ് ആണ്. സാറേ, ഇത് സ്പേസിങ് കറക്റ്റ് അല്ല, ഇച്ചിരി അടുത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു, ശരിയാണോ? ശരിയാണ്. ഈ നട്ട സമയത്ത് കാണാൻ തോട്ടങ്ങളില്ല ഒന്ന്, പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. കുറച്ച് പേര് അതിലും കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കായ്ക്കാൻ തുടങ്ങി വരുന്നേ ഉള്ളൂ. കായ്ച്ച മരങ്ങൾ ഈ ഏരിയ കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രൗണ്ട് ഉണ്ട്. അതല്ലാതെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന തോട്ടങ്ങൾ ഇവിടെ വളരെ കുറവാണ്. പിന്നെ പല കൃഷികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം നമുക്ക് എൻവയൺമെന്റലിയും എക്കണോമിക്കലിയും ഇതാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് ഇതങ്ങ് നട്ടു. അല്ലാതെ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠനമോ ഇതിന്റെ ഡിസ്റ്റൻസ് ഒന്നും നമ്മളന്ന് അറിയത്തില്ല. അതായത് ഇച്ചിരി ക്രോസ് വരുമ്പോൾ ഇച്ചിരി ഹ്യൂമിഡ് വരുമ്പോഴാണ് ഫംഗസ് കൂടുതൽ. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമുക്കൊരു 2 ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെ ഞാൻ പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നമ്മൾ പണ്ട് കാരണം വീണടം വിദ്യയാക്കി മാറ്റുക. അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. കളകൾ കുറഞ്ഞ് കിട്ടും, നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഏക്കർ കൂടും. പക്ഷെ ഒരു റിസ്ക് ഉണ്ട്, എപ്പോഴും ഫംഗലിന് അതിനൊരു മുൻകരുതൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. ബയോ കൺട്രോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുക. അത് തന്നെയല്ല, ഇതിപ്പം എല്ലാ വർഷം പ്രൂൺ ചെയ്യും. ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ പ്രൂൺ ചെയ്യുമ്പോൾ ഇത് നല്ലപോലെ പ്രൂൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് വീണ്ടും പഴയ പോലെ കോർത്ത് പോകും. അതുകൊണ്ട് പ്രൂണിങ് ഇച്ചിരി ഹാർഡായിട്ട് തന്നെ ചെയ്യണം, അടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന് പുറത്ത് ഞാൻ ഒരു മുൻകരുതൽ, ജോർജ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ മുൻകരുതൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ബയോളജിക്കൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ട്രൈക്കോഡർമ സൂഡോമോണാസിൻ്റെ ഒരു അപ്രോച്ച്, ബാസിലസിൻ്റെ അപ്രോച്ച്, അത് ബയോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റൊസിബയുടെ കൂടുതൽ എല്ലാം ചേർന്ന് അങ്ങ് പൊക്കോളും, എല്ലാം ചേർന്ന് പോകുന്നു.
രണ്ടാമത്തത് Bacillus thuringiensis. അതെ, തുറഞ്ചൻസിസ് കീടത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് ബാസിലസ് സബ്റ്റിലിസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മെഗാത്തീരി, ബാസിലസ് മെഗാത്തീരിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ രാസപരമായിട്ടുള്ള കെമിക്കലായിട്ടുള്ള ആവശ്യമുള്ളപ്പോൾ നമ്മൾ ചെയ്യണം. കാരണം അതായത് നമ്മൾ മരുന്ന് കണ്ടായിരിക്കും രോഗമൊക്കെ മാറുന്നത്, പക്ഷെ ഒരു ആവശ്യം നമ്മൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ആവശ്യത്തിന് മാത്രം. കാരണം ഇത് നമ്മൾ അറിയാലോ, ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്, അതായത് പറയണം, അതായത് ഈവൻ നമ്മുടെ ട്രേഡറും പറയണം, മേടിക്കുന്ന ആൾക്കാരും പറയണം, ജോഷിയുടേത് ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ്, അങ്ങനെ ഒരു പേര് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം ഈ ബയോ നമ്മൾ കൊടുത്തിട്ട് വിളവിലേക്ക് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കാലാവസ്ഥ ചേഞ്ച് ചെയ്തൊരു മഴയൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ കെമിക്കലിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളതെല്ലാം മുന്നിൽ കൂട്ടി പ്ലാൻ ചെയ്താൽ മതി. ജോഷി ഇപ്പോൾ ഒരു 7 വർഷമായി ഇതിനകത്ത് ഒരു എക്സ്പേർട്ട് ആണെന്ന് തന്നെ പറയാൻ പറ്റും. ജോഷിയുടെ പഠിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും നമ്മൾ മരണം വരെ പഠനമാണ്. അപ്പം ജോഷിയുടെ ഒരു അഭിപ്രായത്തിൽ ഏതാണ് ഒരു പ്രായോഗികമായ ഒരു സ്പേസിങ്? നിരപ്പായ സ്ഥലമാണെങ്കിൽ 30-30 ആപ്റ്റാണ്. ഓക്കെ, അതെ, കറക്റ്റ്. ചെരിവുള്ള സ്ഥലമാണെങ്കിൽ 25-30 കറക്റ്റാണ്. ചെരിവുള്ള സ്ഥലത്ത് നമുക്ക് സൺലൈറ്റ് കൂടുതൽ കിട്ടും, അധികം ഇങ്ങനെ കോർത്ത് കെട്ടി പോവുകയില്ല. അപ്പൊ അതുകൊണ്ട് ചെരിവുള്ള സ്ഥലത്ത് 25-30, നിരപ്പായ സ്ഥലമാണെങ്കിൽ 30-30 ഓക്കെയാണ്. അതായത് 2 ആസ്പെക്ട്സ് ആണ്. ഒന്ന്, നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഏക്കർ നമ്മൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. 2, അത്യാവശ്യം കോർത്ത് കെട്ടിയിരുന്നാലും വലിയ എം ഡി സ്പേസ് വരാതെയും ഈൽഡും. ഈ 40-40 വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷത്തേക്ക് ഇടയ്ക്കത്തെ സ്പേസ് എല്ലാം വേസ്റ്റ് ആണ്, ഒരു കാര്യമില്ല. അത് നമുക്ക് മരങ്ങളൊന്നും അത്യാവശ്യം ചേമ്പൊക്കെ നടാന്നുള്ളതല്ലാതെ അതും വർക്കലോട് കൂടുതൽ റംബുട്ടാൻ ഇടയ്ക്കൂടെ ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രായോഗികമല്ല.